എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ യുവനോയും അതുപോലെ തന്നെ സലീമും ടീമും എല്ലാവരും യുവനോയുടെ ഗ്രാമത്തിലേക്ക് വന്നിരിക്കുകയാണ്. സിസ്റ്ററും ഫാദറും ആവട്ടെ അവിടെ ഉണ്ടായിരുന്ന നല്ല നല്ല വിഭവങ്ങളെല്ലാം തന്നെ അവരുടെ മുൻപിൽ അങ്ങനെ വിളമ്പി കൊടുക്കുകയാണ്. സിസ്റ്റർ ആണെങ്കിൽ അവരോട് പറയും, നിങ്ങൾ പെട്ടെന്ന് വന്നതുകൊണ്ട് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞില്ല, സോ ഉള്ളത് വെച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. സാലിനാണെങ്കിൽ കുറച്ച് സ്നാക്സ് എടുത്ത് കഴിക്കും. എന്താണെന്നറിയില്ല, എനിക്ക് ഈ സ്നാക്സ് കഴിക്കുമ്പോൾ അപ്പം തന്നെ വെള്ളം കുടിക്കാൻ തോന്നുകയാണ്. അത് കേട്ട് ഫാദറിനും സിസ്റ്ററിനും ഒരുപാട് ടെൻഷൻ തോന്നും. ഒരുപക്ഷെ അവർക്ക് ഈ ഫുഡ് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലേ എന്നവർ ചിന്തിക്കും. ആ സമയം സാലിനാണെങ്കിൽ ഇപ്പൊ സിസ്റ്ററിനോട് പറയും, ഈ ഫുഡ് ഐറ്റംസ് എല്ലാം തന്നെ വളരെ നന്നായിട്ടുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഇത് ശരിക്കും ടേസ്റ്റിയാണ്, നിങ്ങളെപ്പോലെ തന്നെ നന്നായിട്ടുണ്ട്. പക്ഷെ യുവനോട് സീനിയർ മാത്രം ഫുഡൊന്നും കഴിക്കാതെ അങ്ങനെ തല താഴ്ത്തിയിരിക്കുകയാണ്. ഒരു നോബൽ ഫാമിലിയിൽ ജനിച്ച ഞാൻ ഇങ്ങനെ ഒരു ചീപ്പായിട്ടുള്ള വില്ലേജിൽ വന്ന് ഇത്രയും തരം താഴ്ന്ന ഫുഡൊക്കെ എങ്ങനെ കഴിക്കും ചിന്തിച്ചിരിക്കുമ്പോൾ ഫാദർ ആണെങ്കിൽ അത് കഴിക്കാനായിട്ട് നിർബന്ധിക്കുകയാണ്. വേറെ വഴിയില്ലാതെ അവനും ഇപ്പോൾ ഒരു കേക്ക് പീസ് എടുത്ത് കഴിക്കും. ഫാദർ ഒരുപാട് വിഷമത്തിൽ ആനന്ദ കണ്ണീരോടുകൂടെ അവരോട് പറയും, സത്യത്തിൽ യുവനോയും അവന്റെ ബ്രദർ ആസ്തയും അവർ രണ്ടുപേരും അയച്ചു തരുന്ന പണം ഉപയോഗിച്ചാണ് ഞങ്ങളിപ്പോൾ ഇവിടെ കഴിഞ്ഞു കൂടുന്നത്. അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനമാണ്. അവരുടെ അവരുടെ വിയർപ്പിന്റെ വിലയാണ് ഇപ്പൊ ഞങ്ങളുടെ ജീവിതം എന്ന് പറയും. അതെല്ലാം കേട്ട് ഇപ്പൊ എല്ലാവരും ഫാദറിനെ തന്നെ നോക്കും. സലീൻ ആണെങ്കിൽ ഇപ്പോ യുവനോയെ നോക്കും. നീ ഇത്ര നല്ല പയ്യനായിരുന്നു അല്ലേ, നിനക്ക് കിട്ടുന്നതിൽ ഒരു വീതം നീ വീട്ടിലേക്ക് കൊടുക്കുമല്ലേ? അതിനാ കുട്ടികൾ പറയും, അതെ, അതുപയോഗിച്ചാണ് ഞങ്ങൾ ഇവിടെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത്. സിസ്റ്റർ ആണെങ്കിൽ യുവനോട് പറയും, ആസ്ത ഒരുപാട് അധികം പണം അയച്ചു തരുന്നുണ്ട്, അവനവിടെ നല്ല രീതിയിൽ തന്നെയാണോ ചോദിക്കും. അത് കേൾക്കുമ്പോൾ യുവനോ ഷോക്കാവും. അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ എനിക്ക് കിട്ടുന്ന ക്യാഷ് മുഴുവനും ഞാൻ ഇവിടേക്ക് അയച്ചു തരുമെന്ന് യുവനോ ആണെങ്കിൽ തീർത്തു പറയും. സിസ്റ്റർ ലില്ലി ആണെങ്കിൽ ഷോക്കാവും. അയ്യോ വേണ്ട വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല, ഇപ്പൊ തന്നെ നിങ്ങൾ തരുന്ന പണം അത് വളരെ അധികമുണ്ട്, അതിൽ കൂടുതൽ പണമൊന്നും ഇവിടെ ആവശ്യമില്ല എന്ന് പറയും. സലീം ആണെങ്കിൽ കുടിക്കാനായിട്ട് അല്പം കൂടെ വെള്ളം ചോദിക്കും. ഓ നോ, വെള്ളം തീർന്നു പോയോ, ഞാൻ ഇപ്പൊ തന്നെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ സലീം ആണെങ്കിൽ അവന്റെ ജാക്കറ്റ് എടുത്ത് സിസ്റ്ററിന് ഇട്ട് കൊടുക്കുകയാണ്. പുറത്ത് തണുപ്പ് വളരെ കൂടുതലാണ്, കെയർഫുൾ ആയിട്ട് പോയിട്ട് വരാൻ പറയും. സിസ്റ്റർ ആണെങ്കിൽ പുറത്തേക്ക് വന്ന് പാത്രത്തിൽ വെള്ളം കളക്ട് ചെയ്യും. സിസ്റ്റർ ആണെങ്കിൽ ആ പാത്രമായിട്ട് അകത്തേക്ക് വരേണ്ട താമസം ആരോ ഒരാള് ഇപ്പൊ സിസ്റ്ററുടെ വായങ്ങനെ പൊത്തുകയാണ്. സിസ്റ്റർ നിലവിളിക്കും. ആ ശബ്ദം കേട്ട് സലീമും ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും പുറത്തേക്ക് ഓടി വരികയാണ്. അവർ ചുറ്റും നോക്കുമ്പോൾ സിസ്റ്റർ വെള്ളം കളക്ട് ചെയ്ത ആ പാത്രം അത് പൊട്ടിക്കിടക്കുന്നത് കാണും. സിസ്റ്ററിനെ അവിടെ കാണാനില്ല. ആ സീനിയർ പയ്യനാണെങ്കിൽ ഇപ്പോ മുൻപ് അവരെ അറ്റാക്ക് ചെയ്ത ആ വില്ലന്മാരുടെ കഴുത്തിലുണ്ടായിരുന്ന ഡോളർ അത് കാണുകയാണ്. ഇത് തീർച്ചയായിട്ടും അവർ തന്നെയാണ് സിസ്റ്ററിനെ കൊണ്ടുപോയത്. എത്രയും വേഗം അവരെ കണ്ടുപിടിക്കണമെന്ന് പറയും. ഫാദറും ഞാനും നിങ്ങളോടൊപ്പം വരാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ആ ഒരു സ്റ്റിക്ക് എടുത്ത് റെഡി ആവുമ്പോൾ ഒരു കുഞ്ഞാണെങ്കിൽ യുവനോടെ കാലിൽ വീണ് കെഞ്ചും, ദയവ് ചെയ്ത് ലില്ലി സിസ്റ്ററിനെ അവരെ തിരികെ കൊണ്ടുവരണം, ഞങ്ങൾക്ക് അവരില്ലാതെ കഴിയില്ല. ഉടനെ ആ സീനിയർ ആണെങ്കിൽ ദേഷ്യപ്പെട്ടു പറയും, നമ്മുടെ മിഷൻ അത് സലീമിനെ പ്രൊട്ടക്ട് ചെയ്ത് ആ വില്ലേജിൽ എത്തിക്കുക എന്നതാണ്. ഇപ്പൊ മറ്റൊരു മിഷന് നമുക്ക് പോകാനായിട്ട് സാധിക്കില്ല, എത്രയും വേഗം നമുക്ക് ഇവിടുന്ന് കടന്നു പോകണമെന്ന് പറയുമ്പോൾ യുവനോ ആണെങ്കിൽ അടിച്ചു പറയും, എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് അതിലും പ്രധാനം സിസ്റ്റർ ലില്ലി തന്നെയാണെന്ന് പറഞ്ഞ് ബ്രൂക്ക് സ്റ്റിക്കിൽ കയറി യുവനോ ആണെങ്കിൽ അവിടുന്ന് വളരെ സ്പീഡിൽ കടന്നു പോകും. യുവനോ ആണെങ്കിൽ ഒരുപാട് ദൂരം മുൻപോട്ടേക്ക് വരുമ്പോൾ ഇപ്പൊ കുറച്ച് വില്ലന്മാരെ കാണുകയാണ്. അതിലൊരുത്തനാണെങ്കിൽ യുവനോയെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. യുവനോ ആണെങ്കിൽ അവനെ ഈസി ആയിട്ട് തോൽപ്പിക്കുകയാണ്. മറ്റൊരുത്തനാണെങ്കിൽ വാട്ടർ പവർ ഉപയോഗിച്ച് യുവനോയെ ലോക്ക് ചെയ്യും. നിന്നെ കൊണ്ട് ഇത് കടന്ന് പുറത്തേക്ക് വരാൻ കഴിയില്ല. അതിന് യുവനോ ആണെങ്കിൽ എന്റെ ഗ്രീവിയറിന്റെ പവർ ഉപയോഗിച്ച് എനിക്ക് ഈസി ആയിട്ട് പുറത്തേക്ക് വരാൻ പറ്റുമെന്ന് പറഞ്ഞ് ആ വാട്ടർ പവർ ഒരു ടൊർണാഡോ ആക്കി മാറ്റി അവന്റെ നേർക്ക് തന്നെ ആഞ്ഞടിപ്പിക്കും. ആ ഒരു അറ്റാക്കില് ഇപ്പൊ ആ വില്ലന്റെ കഥയും കഴിയും. അവനാണെങ്കിൽ ചുറ്റും നോക്കും, ഇപ്പൊ അവിടെ ആരെയും കാണാനില്ല. പക്ഷേ ഒരുപാട് കാൽപ്പാടുകൾ അവിടെ കാണാനുണ്ട്. അവൻ പതിയെ മുൻപോട്ടേക്ക് വരുമ്പോ ഒരുപാട് കത്തികൾ അവന്റെ നേർക്ക് വരികയാണ്. യുവനോ ആണെങ്കിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആ കത്തികളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ഒരു മരത്തിന്റെ ചുവട്ടിൽ അങ്ങനെ ഒളിച്ചിരിക്കും. അടുത്ത നിമിഷം യുവനോ ഞെട്ടിച്ചുകൊണ്ട് ഒരു വില്ലൻ അവന്റെ നേർക്ക് വരും. ഓ, നീ വലിയ പവർഫുള്ളായ ആളാണല്ലേ, എന്റെ ഗ്രീവിയർ പവറിന് മുമ്പിൽ നിനക്ക് പിടിച്ചു നിൽക്കാനാവില്ല എന്ന് പറഞ്ഞ് സ്വാഡ്സിൽ അങ്ങനെ ഫയർ കൊണ്ടുവന്ന് യുവനോയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. യുവനോ ആണെങ്കിൽ ചുറ്റും നോക്കും. 3 പേരുടെ കഥ അവൻ കഴിച്ചു. ഇനി ബാക്കിയുള്ളത് 2 വില്ലന്മാരാണ്. എത്രയും വേഗം സിസ്റ്റർ ലില്ലിക്ക് ഒരു അപകടം സംഭവിക്കുന്നതിന് മുൻപ് അവരെ തിരിച്ചു പിടിച്ചേ പറ്റുമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ വീണ്ടും മുൻപോട്ടേക്ക് നടന്നു വരും. അപ്പൊ ദൂരത്തായിട്ട് സിസ്റ്റർ ലില്ലിയെ കാണിക്കും. ആക്ച്വലി അവരിപ്പോൾ ഉള്ളത് ആ ഒരു വലിയ തലയോട്ടിയുടെ ഉള്ളിലാണ്. സോ സിസ്റ്ററിനെ അവൻ കണ്ട് സിസ്റ്ററിന്റെ അടുത്തേക്ക് വരാൻ ശ്രമിക്കുമ്പോൾ ഒരു വില്ലൻ ഫയർ പവർ അത് സിസ്റ്ററിന്റെ മുഖത്തേക്ക് അടുപ്പിക്കുന്നതായിട്ട് യുവനോ കാണുകയാണ്. കട്ട് ചെയ്ത ഇപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ യുവനോ ആണെങ്കിൽ അവന്റെ മാജിക് പവർ വെച്ച് സിസ്റ്ററിനെ സഹായിക്കുകയാണ്. ആസ്തയാണെങ്കിൽ നദിയിലേക്ക് ഇറങ്ങി മീനുകളെ പിടിച്ചുകൊണ്ടേയിരിക്കും. ഉടനെ സിസ്റ്റർ ആസ്തയോടും യുവനോയോടും പറയും, നിങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കണം, നിങ്ങളുടെ പവറും ശക്തിയും അത് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ഉപയോഗിക്കണം. ആസ്ത വെള്ളത്തിലായതുകൊണ്ട് തന്നെ സിസ്റ്റർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കില്ല.
പക്ഷെ യൂനോ ആണെങ്കിൽ സിസ്റ്റർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് തലയാട്ടുകയാണ്. കട്ട് ചെയ്ത പ്രസന്റിൽ അവൻ ആ ഫയർ പവർ അത് സിസ്റ്ററിന്റെ അടുത്തേക്ക് അടുപ്പിച്ചു കൊണ്ടിരുന്നത് കാണുമ്പോൾ യൂനോയ്ക്കാണെങ്കിൽ അവന്റെ ഭയം അത് കൂടി വരും. അവനാണെങ്കിൽ വീണ്ടും മുൻപോട്ടേക്ക് നടക്കും. ആ വില്ലനാണെങ്കിൽ ഇപ്പൊ യൂനോട് പറയും, നിന്റെ ഗ്രീവിയർ അത് മര്യാദയ്ക്ക് എനിക്ക് തരികയാണെങ്കിൽ നിന്റെ സിസ്റ്ററിനെ ഞാൻ ഒന്നും ചെയ്യില്ല, അതല്ല എങ്കിൽ നിന്റെ സിസ്റ്ററിനെ ഞാൻ അറ്റാക്ക് ചെയ്യുന്നു പറയും. അടുത്ത നിമിഷം സീനിയർ ആണെങ്കിൽ അവിടേക്ക് വന്ന് അവന്റെ പവർ ഉപയോഗിച്ച് ആ വില്ലനെ അടിച്ച് താഴെയിട്ട് സിസ്റ്ററിനെ സേവ് ചെയ്യാണ്. യൂനോ ആണെങ്കിൽ ഇപ്പോൾ അവനോട് ചോദിക്കും, നിങ്ങൾ എങ്ങനെ ഈ കാര്യങ്ങൾ അറിഞ്ഞു, എന്തിനെന്നെ സഹായിക്കാൻ എവിടേക്ക് വന്നു? അത് ആ സീനിയർ പറയും, ഓൾറെഡി ഞാൻ ആ കാര്യങ്ങൾ മനസ്സിലാക്കിയതാണ്. നമ്മളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ച വില്ലന്മാരുടെ ലക്ഷ്യം അത് സലീം അല്ല, നീയാണെന്ന്. അതിൽ ഒരു വില്ലനെ പിടിച്ച് സത്യങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കിയെടുത്തു. അങ്ങനെയാണ് ഇതിന്റെ പിന്നിലെ രഹസ്യം ഞാൻ മനസ്സിലാക്കിയത്. ഇതിന്റെ എല്ലാം പിന്നിൽ സലീമാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് ഇവളുടെ ആ ട്രൂത്ത് പ്ലാൻ പവർ അതുപയോഗിച്ച് സലീമിനെ ലോക്ക് ചെയ്ത് എല്ലാ രഹസ്യങ്ങളും മനസ്സിലാക്കിയത്. സലീമിന് നിന്നോട് പകയുണ്ട്. നീ അവനെ തോൽപ്പിച്ചതിനാലാണ് അവൻ ഇപ്രകാരം ഒരു മൂവ്മെന്റ് ഈ വില്ലന്മാരെ ഉപയോഗിച്ച് നിനക്കെതിരെ ചെയ്തത്. അത് കേട്ട് ഇവിടെ യൂനോ ഷോക്കാവുകയാണ്. എല്ലാത്തിനും പിന്നിൽ സലീമാണെന്നറിയുമ്പോൾ യൂനോയ്ക്ക് ഒരുപാട് ദേഷ്യവും വിഷമവും ഒക്കെ തോന്നും. സലീമാണെങ്കിൽ ദേഷ്യപ്പെട്ടു പറയും, നീ എല്ലാവരുടെയും മുമ്പിൽ വെച്ചാണ് എന്നെ തോൽപ്പിച്ചത്. അതുകൊണ്ടാണ് നിന്റെ ഫാമിലിയെ തന്നെ നശിപ്പിക്കാൻ ഞാൻ ഇവിടേക്ക് വന്നത്. ഒരു കാരണവശാലും നിന്നെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് സലീമാണെങ്കിൽ ഗ്രേവിയർ ഉപയോഗിച്ച് ഇപ്പോൾ യൂനോയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. അത് കണ്ട സിസ്റ്റർ ആണെങ്കിൽ സിസ്റ്ററിന്റെ വാട്ടർ പവർ ഉപയോഗിച്ച് സലീമിനെ അറ്റാക്ക് ചെയ്യുകയാണ്. അത് കണ്ട് എല്ലാവരും ഷോക്കാവും. യൂനോയ്ക്കാണെങ്കിൽ അവന്റെ സീനിയറിനെ ഫ്രണ്ട്സിനെ ഓർത്ത് ഒരുപാട് സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നും. അങ്ങനെ നമ്മുടെ ആൾക്കാരെല്ലാവരും ചേർന്ന് സക്സസ്ഫുള്ളായി ആ വില്ലന്മാരെ എല്ലാവരെയും പിടിച്ചിരിക്കുകയാണ്. അവരാണെങ്കിൽ ഇപ്പൊ പതിയെ കാറ്റോട് കാറ്റ് അങ്ങനെ ഇല്ലാതായി മാറും. കട്ട് ചെയ്ത ഇവിടെ ചർച്ചിലേക്ക് സിസ്റ്റർ ലില്ലിയെ യൂനോയും ടീമും തിരികെ കൊണ്ടുവരും. ഫാദറും അവിടെ ഉണ്ടായിരുന്ന കുട്ടികളും എല്ലാവരും ഇപ്പൊ യൂനോയോടും അവന്റെ ഫ്രണ്ട്സിനോടും നന്ദി പറയുകയാണ്. ഫാദർ ആണെങ്കിൽ വീണ്ടും അവരുടെ മുമ്പിൽ ഭക്ഷണം വിളമ്പും. അവരാണെങ്കിൽ വയറ് നിറയോളം അത് കഴിച്ച് ഇപ്പൊ അവരുടെ മിഷൻ കംപ്ലീറ്റ് ചെയ്ത് തിരികെ മാസ്റ്ററിന്റെ അടുത്തേക്ക് വരും. നിങ്ങളുടെ മിഷൻ അത് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് തന്നെ വിസാർഡ് കിങ്ങിന്റെ കയ്യിൽ നിന്ന് ഒരു ഗോൾഡൻ സ്റ്റാർ ലഭിച്ചിരിക്കുകയാണ്. യൂനോ, എനിക്ക് നിന്റെ മേലെ ഒരുപാട് പ്രതീക്ഷയുണ്ടെന്ന് പറഞ്ഞ് ഇപ്പോൾ അദ്ദേഹമാണെങ്കിൽ അവരെ പറഞ്ഞയക്കുകയാണ്. അവർ ഹാപ്പി ആയിട്ട് അവിടുന്ന് കടന്നു പോകുമ്പോൾ കട്ട് ചെയ്ത ഇവിടെ ആസ്തയുടെ ബിൽഡിംഗ് കാണിക്കുകയാണ്. അവരുടെ മാസ്റ്റർ ആണെങ്കിൽ വീണ്ടും വസ്ത്രങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ ഹായ് ആയിട്ടിരിക്കുമ്പോൾ ആസ്ത അദ്ദേഹത്തിനോട് ടെൻഷനായി ചോദിക്കും, നിങ്ങൾ എന്തിനാ എപ്പോഴും ഇതുപോലെ വിവസ്ത്രനായിട്ടിരിക്കുന്നത്? അത് കേട്ട് ആ ജയന്റ് മാസ്റ്റർ ആണെങ്കിൽ ആസ്തയോട് പറയും, ഗോൾഡൻ ടീം അവർക്ക് വീണ്ടും ഒരു ഗോൾഡൻ സ്റ്റാർ കൂടെ ലഭിച്ചു. അത് കേട്ട് ഇപ്പൊ ആസ്ത ഷോക്കാവും. ആസ്തയ്ക്കാണെങ്കിൽ അത് ഒട്ടും സഹിക്കാൻ കഴിയില്ല. അവൻ യൂനോന്ന് വിളിച്ച് ഒച്ചത്തിൽ അലറുകയാണ്. കട്ട് ചെയ്ത ഇവിടെ വിസാർഡ് കിങ്ങിനെ കാണിക്കും. അസിസ്റ്റന്റ് ആണെങ്കിൽ അവിടേക്ക് വന്ന് വിസാർഡ് കിങ്ങിനോട് പറയും, നമുക്ക് പുതിയൊരു പ്രോബ്ലം വന്നിരിക്കുകയാണ്, അതെങ്ങനെയെങ്കിലും സോൾവ് ചെയ്യണം. അതിന് വിസാർഡ് കിങ് പറയും, അത് സോൾവ് ചെയ്യാനുള്ള ആളെ ഞാൻ കണ്ടെത്തിയിരിക്കുകയാണ്. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.